ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡൊണട്ട്സിൻ്റെ റെസിപ്പിയാണ്. ഇത് നമ്മൾ മാങ്ങ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലോണം മാങ്ങ കിട്ടുന്ന ഒരു സമയമാണത്. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ നമുക്കിത് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ളത് ഒരു മാങ്ങയാണ്. അപ്പോൾ മാങ്ങ നമുക്ക് തൊലിയൊക്കെ കളഞ്ഞിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കാം. അപ്പോൾ തൊലിയും അതിൻ്റെ മാങ്ങേൻ്റെ അണ്ടിയൊക്കെ കളഞ്ഞിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കുക. വെള്ളമൊന്നും ചേർക്കാണ്ട് അടിച്ചെടുത്താൽ മതി. ഇനി മാങ്ങ അരക്കാൻ ആവശ്യത്തിന് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ മാങ്ങയുടെ ഈ ഒരു ജ്യൂസ് 1 കപ്പ് ഉണ്ട്. അപ്പോൾ ഞാനത് അളന്നിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ മാങ്ങയുടെ മധുരത്തിനനുസരിച്ചിട്ട് വേണം നമ്മൾ പഞ്ചസാര ചേർക്കാനായിട്ട്. അപ്പോൾ നല്ല മധുരമുള്ള മാങ്ങയാണെങ്കിൽ 1/2 കപ്പ് പഞ്ചസാര മതി. നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ ഒരു 3/4 കപ്പ് വരെ നിങ്ങൾക്ക് പഞ്ചസാര എടുക്കേണ്ടി വരും. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഒരു പിഞ്ച് ഉപ്പ്, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർക്കുന്നുണ്ട്. സോഡാപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. സോഡാപ്പൊടിയും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അളവൊന്നും കിട്ടണില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 2.5 കപ്പ് മൈദയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1 കപ്പ് നമ്മുടെ മാങ്ങയുടെ പൾപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2.5 കപ്പ് പൊടി നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പം പൊടി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് കൈ വെച്ചിട്ട് ഇത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കപ്പില്ല എന്ന് വിചാരിച്ചിട്ട് വിഷമിക്കൊന്നും വേണ്ട. ഒരു ഗ്ലാസ്സിനാണ് നിങ്ങൾ അളന്നെടുക്കുന്നതെന്നുണ്ടെങ്കിൽ എല്ലാം ആ ഒരു ഗ്ലാസ്സിന് തന്നെ അളന്നെടുത്താൽ മതി. അപ്പോൾ നല്ല പോലെ കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ ബട്ടറോ ഓയിലോ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഒരു 5 മിനിറ്റ് മാവൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ കയ്യിൽ കുറച്ച് ഓയിലൊന്ന് തടവിയിട്ട് ഇതുപോലെ ഉരുളകളാക്കിയിട്ട് നമുക്കൊന്ന് മുറിച്ചെടുക്കാം. ഓയിലോ നെയ്യോ എന്തെങ്കിലും ഒന്ന് കയ്യിലാക്കി കൊടുക്കുക കേട്ടോ. ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ സാധാരണ ചപ്പാത്തിയുടെ മാവിനേക്കാളും കുറച്ച് ലൂസായിട്ടാണ് ഈ മാവ് നമ്മൾ കുഴച്ചെടുക്കുക. സാധാരണ നമ്മൾ ഡൊണട്ടിനൊക്കെ മാവ് കുഴക്കുന്ന പോലെ തന്നെയാണ്. ഇതുപോലെ ഉരുളകളാക്കിയിട്ടൊന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട്. ഏത് വലിപ്പത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പം എന്നിട്ട് കയ്യിൽ വെച്ചിട്ടൊന്ന് ഷേപ്പാക്കി എടുക്കുക. വടയുടെ രൂപത്തിൽ നമുക്ക് ഒരു സെൻറ്ററിൽ ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ നമുക്ക് ആക്കിയെടുത്താൽ മതി. സാധാരണ നമ്മൾ വടയൊക്കെ ഉണ്ടാക്കുന്ന അതേ ഷേപ്പിൽ തന്നെയാണ്. ഇനി നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ കുറച്ച് കനത്തിൽ പരത്തിയിട്ട് എന്തെങ്കിലും അടപ്പ് വെച്ചിട്ടൊന്ന് മുറിച്ചെടുത്താലും മതി. വലിയ അടപ്പ് വെച്ചിട്ടൊന്ന് മുറിച്ചെടുക്കുക. പിന്നെ സെൻറ്ററിൽ ചെറിയൊരു അടപ്പ് കൊണ്ടൊന്ന് മുറിച്ചെടുത്താൽ ശരിക്കും കറക്റ്റായിട്ട് നമുക്ക് ഈ വടയുടെ ഒരു ഷേപ്പ് കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണ് കുറച്ചുകൂടി ഈസി. നമുക്ക് ചപ്പാത്തി കോയിലൊന്നും എടുക്കണ്ടല്ലോ, കയ്യിൽ വെച്ചിട്ട് തന്നെ ഇതുപോലെ ഷേപ്പാക്കി എടുത്താൽ മതി. അപ്പോൾ എല്ലാ ഉരുളിയും നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, വലിപ്പം നിങ്ങൾക്ക് ഒരുപാട് വലുത് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതിലും ചെറുതാക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി നമുക്കിത് നല്ല ചൂടായിട്ടുള്ള ഓയിലിൽ ഫ്രൈ ആക്കി എടുക്കാം. നമ്മുടെ ഓയിൽ ഒരുപാട് ചൂടാവണ്ട കേട്ടോ. നന്നായിട്ട് തിളച്ച് ഓയിലിലേക്കല്ല ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് ചൂടായാൽ തന്നെ നമുക്ക് ഓരോന്നായിട്ട് ഇട്ടിട്ട് ചെറിയ തീയിലിട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണയൊന്നും കുടിക്കൂല കേട്ടോ. നമ്മൾ മുട്ടയൊക്കെ ചേർത്ത് കാരണം തന്നെ എണ്ണ തീരെ കുടിക്കൂല. ഒരു ഭാഗം ഒന്ന് റെഡി ആവുന്ന സമയത്ത് നമുക്കിത് തിരിച്ചിട്ടിട്ട് 2 ഭാഗവും നല്ല പോലെ ഫ്രൈ ആക്കിയെടുക്കാം. അപ്പോൾ ചെറിയ തീയിലിടുന്നതിൻ്റെ കാരണം കുറച്ച് കനത്തിലാണല്ലോ അത് ഉണ്ടാവുക. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. പിന്നെ സോഡാപ്പൊടി ചേർത്ത കാരണം തന്നെ നല്ല പോലെ പൊങ്ങി കിട്ടും കേട്ടോ. പിന്നെ ഉള്ളു വേവാത്ത പ്രശ്നം അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഏലക്കാപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് ഈ ഒരു മാങ്ങയുടെ ടേസ്റ്റ് വേണ്ട, ഏലക്കൻ്റെ ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഏലക്കാപ്പൊടിയും കൂടി ചേർക്കട്ടോ. ഞാൻ ഈ ഒരു മാങ്ങയുടെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 2 ഭാഗം നല്ല പോലെ ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഓയിലിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ബാക്കിയുള്ള എല്ലാം നമുക്കിതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ഡൊണട്ടാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. മാങ്ങയൊക്കെ കിട്ടുന്ന സമയത്ത് ഇതുപോലെ കഴിക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ഷുഗർ സിറപ്പിലൊന്ന് ഇതുപോലെ ഒന്ന് മുക്കിയെടുത്തിട്ട് നമ്മൾ ഡെസിക്കേറ്റഡ് കോക്കനട്ടിലൊന്ന് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കോക്കനട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ സാധാരണ തേങ്ങ ചിരകിയിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇതുപോലെ ചെയ്യാം. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡൊണട്ടാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. നല്ല സോഫ്റ്റാണ് കേട്ടോ ഉൾഭാഗമൊക്കെ. അപ്പോൾ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.